ഷഹബാസിനെ മറക്കാനും കഴിയില്ല. അവൻ അനുഭവിച്ചത് ഒരിക്കലും പൊറുക്കാനും കഴിയില്ല. ഷഹബാസിൻ്റെ മരണശേഷം ഷഹബാസിൻ്റെ വീട്ടിലെത്തിയ ഒരാൾ കണ്ട ഒരു കത്തിനെക്കുറിച്ച് പറഞ്ഞു കേട്ടത്. അതിൽ ഷഹബാസ് എന്ന മോൻ തലക്കെട്ട് നൽകിയത് എൻ്റെ സ്വപ്നങ്ങൾ എന്നായിരുന്നു. പരീക്ഷയിൽ പൂർണ്ണ വിജയം നേടിയ എൻ്റെ ഫോട്ടോ പത്രങ്ങളിൽ വരും. അത് കണ്ടെൻ്റെ മാതാപിതാക്കൾ കരയും. ഞാൻ പുതുവസ്ത്രമണയും എന്നെല്ലാം പറഞ്ഞതായിരുന്നു ആ എഴുത്തുകളിൽ ഉണ്ടായിരുന്നത് എന്നൊക്കെയായിരുന്നു ഷഹബാസ് എഴുതി വെച്ചത്. അതുപോലെ തന്നെയാണ് ഷഹബാസിൻ്റെ മരണത്തിന് മുമ്പുള്ള ദിവസത്തിൽ അയൽവാസിയായ ഒരു ചേച്ചിയോട് ഞാൻ ജയിക്കും, എല്ലാം എൻ്റെ തലയിൽ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതും. അത്രയേറെ ആത്മവിശ്വാസത്തോടെ പരീക്ഷയെ കാത്തിരുന്ന പൊന്നുമോനാണ് ഷഹബാസ്. മോഡേൺ പരീക്ഷയിൽ 90% മാർക്ക് നേടിയ പൊന്നുമോൻ പരീക്ഷ ദിവസത്തിൽ താൻ കാത്തിരുന്ന സ്വപ്നം പൂവണിയിക്കാൻ കഴിയാതെ 6 അടി മണ്ണിലേക്ക് പോയി. അതല്ല, 6 അടി മണ്ണിലേക്ക് അവനെ താഴ്ത്തി എന്ന് വേണം പറയാൻ. എന്നാൽ ഷഹബാസ് മോൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. അവൻ്റെ ഫോട്ടോ പത്രങ്ങളിൽ വന്നു. അവൻ്റെ മാതാപിതാക്കൾ പൊട്ടിക്കരഞ്ഞു. അവൻ പുതുവസ്ത്രം അണിയുകയും ചെയ്തു. പക്ഷേ സംഭവിച്ച കാര്യം മാത്രം മാറിപ്പോയി. ഇത് അറിഞ്ഞവരെയെല്ലാം നൊമ്പരപ്പെടുത്തി. എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടവനായിരുന്നു ഷഹബാസ്. അതുകൊണ്ട് തന്നെയാണ് ആ കാര്യം നാടിനെയും വീടിനെയും ഷഹബാസിൻ്റെ കൂട്ടുകാരെയുമെല്ലാം വാവിട്ട് നിലവിളിക്കുവാനും മാത്രം അത്ര വലിയ വിഷമത്തിലേക്ക് തള്ളിവിട്ടത്. ഇപ്പോൾ ഇതാ മറ്റൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഷഹബാസിൻ്റെ ഘാതകരായ കുട്ടികളെ പരീക്ഷ കഴിയുന്നതിന് മുമ്പ് തന്നെ കൊന്നു തള്ളുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഒരു കത്ത് ലഭിച്ചിരിക്കുന്നത്. കോരങ്ങാട്ട് സ്കൂളിൽ നിന്നും വിദ്യാർത്ഥികളുടെ പരീക്ഷാ കേന്ദ്രം മാറ്റുവാനുള്ള തീരുമാനത്തിന് മുമ്പെയാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത്. അതിപ്പോൾ സ്കൂൾ പ്രിൻസിപ്പളുടെ കയ്യിൽ കിട്ടിയപ്പോൾ തുറന്നു വായിച്ച അദ്ദേഹം ആകെ അമ്പരന്നുപോയി. തുടർന്ന് പെട്ടെന്ന് തന്നെ പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഷഹബാസിൻ്റെ വിയോഗം ജനമനസ്സുകളെ എത്രയേറെ വലിയ വിഷമത്തിലേക്കാണ് തള്ളിവിട്ടത് എന്നുള്ളത്. അത് ഈ പാവം പയ്യൻ്റെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ടാൽ തന്നെ ആരുടെയും നെഞ്ചു പൊട്ടും എന്നുള്ളത് കൊണ്ടാണ്. അവസാന നിമിഷങ്ങളിൽ ഇവൻ എത്രയേറെ വേദനയായിരിക്കും സഹിച്ചത് എന്നുള്ളതും അവരുടെ വേദന വളരെ ഏറെ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ളതുമാണ്. കൂടാതെ ഒരു പിതാവ് ആറ്റുനോറ്റു വളർത്തിയ ഒരു മകന് സംഭവിച്ച കാര്യം ഇനി മറ്റൊരു മക്കൾക്ക് സംഭവിക്കരുത് എന്ന് ഉദ്ദേശിച്ച് ഒരിക്കലെങ്കിലും അവരെ പരീക്ഷ എഴുതിക്കരുതെന്ന് പറഞ്ഞപ്പോഴും ആ വാക്കുകൾക്ക് യാതൊരു വിലയും നൽകാത്തതും ഇത്തരത്തിലേക്ക് തന്നെ മനുഷ്യനെ നയിക്കാനും കാരണമാകും. അതല്ലെങ്കിലും ധാരാളം സുഹൃത്തുക്കളുള്ള ഷഹബാസ് അവൻ്റെ ചില കൂട്ടുകാരും നമ്മളും കുട്ടികളല്ലേ, നമ്മൾക്കും ഇങ്ങനെ ചെയ്താൽ നമ്മളെയും ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന ഉദ്ദേശത്തോടു കൂടി അവരൊന്ന് ഒരുങ്ങിയിറങ്ങിയാൽ അതിനെ ഏതു തരത്തിൽ ഏത് നിയമവ്യവസ്ഥക്കാണ് തടുക്കാനാകുക? ഇത്തരത്തിൽ മനുഷ്യനെ കൊലപാതകിയാക്കുന്ന തരത്തിലുള്ള നിയമങ്ങളെല്ലാം തുടച്ചു നീക്കേണ്ടതാണ്. വധിക്കപ്പെട്ടവന് നീതി ലഭിക്കേണ്ടതും അക്രമികൾക്ക് ശിക്ഷ ലഭിക്കേണ്ടതും തന്നെ. അല്ലാതെ ഇത്തരം ദാരുണ അന്ത്യങ്ങൾ വീണ്ടും തുടർന്നു കൊണ്ടിരിക്കാൻ അതൊരു കാരണമായി മാറും. ഷഹബാസ് മോന് നീതി ലഭിക്കട്ടെ.